പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, വാട്സപ്പിലൂടെയൊക്കെ ചോദിക്കാറുണ്ട്. വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയ ഫോട്ടോ എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയ ടെക്സ്റ്റ് മെസ്സേജ് അതല്ലെങ്കിൽ നമ്മുടെ വോയിസ് മെസ്സേജ് എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാമെന്നൊക്കെ പല ആളുകൾ ചോദിക്കാറുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഡിലീറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. വളരെ ഈസി ആയിട്ടൊന്നും നമുക്കത് റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കില്ല. അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോട്ടോസോ വീഡിയോസോ ഓഡിയോസോ ഒന്നും നമുക്ക് കിട്ടുകയില്ല. മാത്രമല്ല ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു മാർഗവുമില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വാട്സപ്പിൽ തന്നെ ഒരു സൗകര്യമുണ്ട്. വാട്സപ്പിൽ ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്ന ടെക്സ്റ്റ് മെസ്സേജും വോയിസും അതുപോലെ തന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ വാട്സപ്പിലൂടെ നമുക്കതിന് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മളെല്ലാവരും വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഭാഗമാണ് നമുക്ക് നമ്മുടെ ഡാറ്റകൾ ഡിലീറ്റ് ആയി പോകുന്നത് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കൃത്യമായി നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ആണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിൽ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാട്സപ്പിൽ നമ്മൾ ഡിലീറ്റ് ആയി പോകുന്ന മെസ്സേജുകൾ തിരിച്ചെടുക്കാം. അതായത് നമുക്ക് ഇനി വാട്സപ്പിൽ ഡിലീറ്റ് ആയി പോകുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാമെന്നുള്ളത് നോക്കാം. ഓർക്കുക, നമ്മൾ ബാക്കപ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതുവരെ നിങ്ങൾക്കുള്ള മെസ്സേജുകളൊന്നും കിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ആയി പോയാൽ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നെവർ, ഓൺലി വെൻ ഐ ടാപ്പ് ബാക്കപ്പ്, ഡെയിലി, വീക്കിലി, മന്ത്ലി എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ബാക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻസ് ആണ്. നെവർ എന്നാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആകില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ബാക്കപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി ഡെയിലി ബാക്കപ്പ് വേണമെങ്കിൽ ദിവസവും ഇത് ബാക്കപ്പായി ഓരോ ദിവസത്തെയും മെസ്സേജുകൾ പൂർണ്ണമായിട്ട് ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കണമെങ്കിൽ ഇവിടെ ഡെയിലി എന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഡെയിലി എന്നാണ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും ഏറ്റവും ഉചിതം. വീക്കിലി എന്നാണെങ്കിൽ ഒരു ആഴ്ചയിലുള്ള മെസ്സേജുകൾ നമുക്ക് ബാക്കപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് വരുന്നത് ഈ ഒരു ആഴ്ചയിലകത്ത് നമ്മൾ ഡിലീറ്റ് ആയിപ്പോയ മെസ്സേജുകൾ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം ഇത് ബാക്കപ്പ് ചെയ്തതിന് ശേഷമുള്ള മെസ്സേജുകളാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പോൾ അത് ഏറ്റവും നല്ലത് ഡെയിലി എന്ന് ആക്കുന്നതായിരിക്കും. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആഡ് ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങളുടെ ഓർമ്മയുള്ള, നിങ്ങൾ മറന്നു പോകാത്ത, നിങ്ങൾക്ക് പാസ്വേഡൊക്കെ ഓർമ്മയുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ടൊരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കാമെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ അതിന് ലിങ്ക് വെക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ആഡ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇമെയിൽ ലോഗിൻ ആണെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന ഭാഗത്ത് ബാക്കപ്പ് ഓവർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വൈഫൈ എന്നാണെങ്കിൽ വൈഫൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വൈഫൈ സെലക്ട് ചെയ്യാം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വൈഫൈ ഓർ സെല്ലുലർ എന്ന് കാണുന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇൻക്ലൂഡ് വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡിസേബിൾ ആണെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇത്രയും സെറ്റിങ്സ് നമ്മൾ പൂർത്തിയാക്കിയ ശേഷം നമ്മൾ ഈ ബാക്കപ്പ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രീൻ കളർ കാണുന്ന ബാക്കപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ഓരോ ശതമാനം ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ശതമാനം കാണാൻ സാധിക്കും. ഇത് 100% നമ്മൾ പൂർത്തിയാക്കണം. എന്നാലേ നമ്മളുടെ ഓരോ ദിവസം പൂർത്തിയാകുമ്പോഴേ നമുക്ക് ആ മെസ്സേജുകളൊക്കെ ബാക്കപ്പായി സൂക്ഷിക്കുകയുള്ളൂ. ബാക്കപ്പായി സൂക്ഷിച്ചാലേ നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്പം വെയിറ്റ് ചെയ്യണം. ഇൻ്റർനെറ്റ് വേണം. 100% ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതുപോലെ വീണ്ടും ബാക്കപ്പിലേക്ക് പോകും. നിങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് ബാക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഫയലുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലുണ്ടാകും. നിങ്ങളുടെ വാട്സപ്പിൽ ആ ഫയലുകളെല്ലാം ബാക്കപ്പ് ചെയ്യാൻ അത്യാവശ്യം സമയമെടുക്കും, നല്ല MB എടുക്കും. അപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് കുറഞ്ഞ സമയത്ത് കുറഞ്ഞ ഡാറ്റ മാത്രമേ ആവശ്യം വരുള്ളൂ. കാരണം ആ ദിവസത്തെ ഡാറ്റകൾ മാത്രമേ ഇനി സ്റ്റോറേജ് ആവുള്ളൂ, ബാക്കിയുള്ളൊന്നും സ്റ്റോറേജ് ഇല്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സമയമെടുക്കും. കാണാൻ സാധിക്കും ഞാൻ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എൻ്റെ ഏകദേശം 86-87% എത്തിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇത് 100% പൂർത്തിയാകും. അതിനുശേഷം
ഇതാ അപ്ലോഡിങ്, നമ്മുടെ ഫയലുകളൊക്കെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 100% കൂടി ഇത് പൂർത്തിയാകണം, എന്നാലേ നമുക്ക് നമ്മുടെ മെസ്സേജുകളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ വീഡിയോക്ക് അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇതുപോലെ ബാക്കപ്പ് ചെയ്ത് 100% പൂർത്തിയാക്കുക. ഇനിയും കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു ബാക്കപ്പ് അപ്ലോഡിങ്, നമ്മുടെ വാട്സപ്പിനകത്തുള്ള എല്ലാ ഫയലുകളും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 97-98% എത്തിയിട്ടുണ്ട്. 100% പൂർത്തിയാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ വാട്സപ്പ് മെസ്സേജുകളൊക്കെ ബാക്കപ്പായി. ഇത് റീസ്റ്റോർ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ളതിൽ 5.9 GB അത്രയും ഫയലുകൾ ഇത് ബാക്കപ്പ് ആയിട്ടുണ്ട്. അതും കാണാൻ സാധിക്കും വീഡിയോസുകളാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ലോക്കൽ ടൈം എന്നുള്ളതിൽ ഇവിടെ നമ്മൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന സമയം കാണാൻ സാധിക്കും. ഗൂഗിൾ ഡ്രൈവിൽ അത് ബാക്കപ്പ് ആയിരിക്കുന്നത് ഏകദേശം 7:44 സൈസ് 6 GB ഫയലുകളുണ്ട്. ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തു വെക്കുന്നതാണ്, അതുകൊണ്ട് 6 GB ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു റീസ്റ്റോർ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നതിന് മുമ്പ് ഈ ഫയലുകൾ ബാക്കപ്പ് ആയിരിക്കുന്ന ഫയലുകൾ എവിടെയാണ് ഉണ്ടാകുക എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ എല്ലാവരുടെ മൊബൈൽ ഫോൺ ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാകും. ഈ ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ഏറ്റവും മുകളിൽ 3 ലൈൻസ് കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏത് ഇമെയിലാണോ വാട്സപ്പിൻ്റെ ബാക്കപ്പിന് വേണ്ടി നൽകിയിരിക്കുന്നതെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഇമെയിൽ സെലക്ട് ചെയ്യണം. ശേഷം ഇവിടെ ഇടത് ഭാഗത്തുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിൽ ഞാനിപ്പോൾ 7:44 എൻ്റെ വാട്സപ്പിലുള്ള മെസ്സേജുകൾ ബാക്കപ്പ് ആയിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. മറ്റൊരു ഇമെയിൽ അഡ്രസ്സ് മറ്റൊരു വാട്സപ്പിൽ ജൂലൈ 8 ജൂൺ 25 ഒരു വാട്സപ്പും ബാക്കപ്പ് ആയത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 4 വാട്സപ്പും ബാക്കപ്പ് ചെയ്യപ്പെട്ടതും കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയാണത് കാണാൻ സാധിക്കുക. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് വാട്സപ്പ് ബാക്കപ്പ് ചെയ്തത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ, വാട്സപ്പിൽ മെസ്സേജുകൾ റിക്കവർ ചെയ്തെടുക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, നമുക്കത് മെസ്സേജ് തിരിച്ച് കിട്ടാതിരിക്കുന്നതിന് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത്തരം ആളുകൾക്ക് ഇതുപോലെ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് എത്തി നിങ്ങളുടെ വാട്സപ്പ് ഇതുപോലുള്ള ഈ ഫോൾഡറിന് തൊട്ടടുത്ത് കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡിലീറ്റ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഡാറ്റ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന ഫയലുകൾ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യാനും നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള മെസ്സേജുകളൊന്നും ആർക്കും തിരിച്ചെടുക്കാതെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് എങ്ങനെയാണ് വാട്സപ്പ് ഇത്തരം മെസ്സേജുകൾ ഡിലീറ്റ് ആയിപ്പോയ മെസ്സേജുകൾ റീസ്റ്റോർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്കതിന് വേണ്ടി നമ്മുടെ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫയലുകൾ ഇതുപോലെ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ ബാക്കപ്പായി, അതായത് നമ്മുടെ വാട്സപ്പിലുള്ള എല്ലാ ടെക്സ്റ്റ് മെസ്സേജുകളും പൂർണ്ണമായിട്ടും ബാക്കപ്പായി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് എൻ്റെ വാട്സപ്പ് കാണാൻ സാധിക്കുക. ഇത്രയും ഗ്രൂപ്പുകളും മെസ്സേജുകളും ഒക്കെ കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ ഈ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ എൻ്റെ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അൺഇൻസ്റ്റാൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലം കാണിച്ചിരുന്നതിന് വേണ്ടി ഈ വാട്സപ്പ് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇവിടെ ഐ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് എത്താൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ അല്ലെങ്കിൽ ആപ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ വാട്സപ്പ് അവിടെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണും, അതിൽ വാട്സപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്ത് ക്ലിയർ ഡാറ്റ എന്ന ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ ഈ മൊബൈൽ ഫോൺ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ള ഓപ്ഷനാണ്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിയർ സ്റ്റോറേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വാട്സപ്പ് പൂർണ്ണമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ വാട്സപ്പ് പൂർണ്ണമായി ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു പുതിയൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ആ ഒരു വാട്സപ്പ് ഞാനത് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അഗ്രി ടു കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആ നമ്പറിലുള്ള വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ശേഷം നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ മെസ്സേജ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് കണ്ടു, ഇതുപോലെ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് റീസ്റ്റോർ എടുക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഡാറ്റ ക്ലിയർ ചെയ്തതിന് ശേഷം ഇതുപോലെ രണ്ടാമത് ലോഗിൻ ചെയ്യുക. ഇവിടെ ഓക്കെ നമ്മൾ മൊബൈൽ നമ്പറെല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നിങ്ങൾ ഇവിടെ നൽകി കൊടുക്കണം. നമ്മളിങ്ങനെ വാട്സപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന OTP നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ലോഗിനായി വരും. ലോഗിനായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓർക്കുക, നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഫോർമാറ്റ് ചെയ്തിട്ട് വാട്സപ്പിന് നഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്യാൻ ഉപയോഗിച്ച് നമ്മൾ നൽകിയിരുന്ന ആ ഒരു ഇമെയിൽ നിങ്ങളുടെ മൊബൈൽ ആദ്യം നിങ്ങൾ ലോഗിൻ ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു വാട്സപ്പ് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കാൻ പാടുള്ളൂ. കാരണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വാട്സപ്പിൽ ഒരു ഗീവ് പെർമിഷൻസ് എന്നുള്ള ഓപ്ഷൻസ് കാണും.
ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ ആഡ് ചെയ്യാൻ ആവശ്യപ്പെടും. നിങ്ങൾ ആ ഒരു ഇമെയിൽ അവിടെ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന ഇമെയിൽ അവിടെ കൊടുക്കുക. ശേഷം നിങ്ങളവിടെ റീസ്റ്റോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓർക്കുക, നിങ്ങൾ ഈ ഒരു മുന്നോട്ട് പോകുന്ന ഭാഗത്ത് എവിടെയെങ്കിലും സ്കിപ്പ് എന്ന ഓപ്ഷൻ കണ്ടാൽ നിങ്ങളത് ചെയ്യരുത്. അത് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്നുള്ള മെസ്സേജുകൾ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ റീസ്റ്റോർ ചെയ്യുക. റീസ്റ്റോർ ചെയ്ത് ചില മൊബൈൽ ഫോണിൽ ചില സമയത്ത് നിങ്ങൾക്ക് ഓൾഡ് റീസ്റ്റോർ വേണോ ന്യൂ റീസ്റ്റോർ വേണോ എന്ന് ചോദിക്കും. അങ്ങനെ നിങ്ങൾ ഓൾഡ് ടെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ മെസ്സേജുകളാണ് കിട്ടുക. നിങ്ങൾക്ക് റീസ്റ്റോർ എന്നുള്ളത് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ ഏറ്റവും അവസാനമായി ചാറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ഇൻക്ലൂഡ് മീഡിയ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബാക്കപ്പ് ചെയ്യുന്നതിന് ഏറ്റവും അവസാന ഭാഗത്ത് ആ സെറ്റിങ്സ് ഭാഗത്ത് ഇൻക്ലൂഡ് മീഡിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോഗിൻ ആകും. ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും മുകളിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് മീഡിയ റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ അല്പസമയം വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു 10 മിനിറ്റിനകം നിങ്ങൾക്ക് തന്നെ എല്ലാ മീഡിയകളും റീസ്റ്റോർ ആയി വരികയും ചെയ്യും. നേരത്തെ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിച്ചത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ആ ചാറ്റുകളൊക്കെ ആ ചാറ്റുകളും മെസ്സേജുകളും ഒക്കെ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇനി അതിലുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, പഴയ മെസ്സേജുകൾ 3 മാസത്തെ 4 മാസം അല്ലെങ്കിൽ 6 മാസത്തിനപ്പുറത്തുള്ള ചാറ്റുകൾ കിട്ടുമോ എന്നുള്ളത്. നിങ്ങൾ ആ സമയങ്ങളിൽ ബാക്കപ്പ് ചെയ്യാറുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ നിങ്ങൾ സ്ഥിരമായി ബാക്കപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ മാസങ്ങളിലെ ചാറ്റുകൾ തിരിച്ചെടുക്കാൻ ഇതിലൂടെ സാധിക്കും. ഈ ഒരു മെസ്സേജ് കണ്ട ഉടനെ തന്നെ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് നിങ്ങൾ റീസ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മുമ്പ് ഡിലീറ്റ് ആയി പോയ മെസ്സേജ് കിട്ടില്ല. അന്ന് നിങ്ങൾ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ പേർ ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു വ്യക്തിയുടെ ചാറ്റ് മാത്രം നമുക്ക് എടുക്കാൻ സാധിക്കുമോ എന്ന്. അത്തരത്തിൽ സാധിക്കില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.